ഹലോ ഓൾ, വെൽക്കം ടു ദി സോഷ്യോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സ് വെബറിന്റെ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെബറെ സംബന്ധിച്ചോളം ഈ തിയറി എന്ന് പറയുന്നത് വെബർ പുറത്തിറക്കുന്ന 1902 എന്ത് ചെയ്യുന്നത്, ഈ തിയറി പബ്ലിഷ് ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ദിസ് പർട്ടിക്കുലർ വർക്ക്, this is actually considered as one of the biggest critic against Karl Marx എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ കാൾ മാക്സിനെതിരെയുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക് തന്നെയാണ്. എന്തുകൊണ്ടാണ് കാൾ മാക്സിനെതിരെയുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക് എന്ന് പറയാൻ കാരണം, കാൾ മാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെ പറ്റി വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം മാക്സിനെ സംബന്ധിച്ചോളം സൊസൈറ്റി എന്ന് പറയുന്നത് ഓൾവേസ് എന്താണ്, ക്ലാസ് സ്ട്രഗിൾ ആണ് അല്ലേ. സൊസൈറ്റിയിൽ ചേഞ്ചസ് വരുന്നത് എങ്ങനെയാണ്, ക്ലാസ് സ്ട്രഗിളിന്റെ ഭാഗമായിട്ടാണ് സൊസൈറ്റിയിൽ ചേഞ്ചസ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സ് ബിലീവ് ദാറ്റ് ഇൻ എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റൽ സൊസൈറ്റിയിലും എന്ത് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ബേസ് സ്ട്രക്ചർ എന്ന് പറയുന്ന എക്കണോമി തന്നെയാണ്. അവിടെ മോഡ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്, എന്തുണ്ട്, റിലേഷൻ ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്. ഈ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ക്യാപിറ്റലിസം ആണെന്നുണ്ടെങ്കിൽ റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൂർഷ്വ ആൻഡ് പ്രോലറ്റേറിയറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വരുന്ന സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങളാണ് റിലീജിയൻ, സ്റ്റേറ്റ്, ലോ അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത്. സോ മാക്സ് എപ്പോഴും ബിലീവ് ചെയ്യുന്നത് ഈ സൂപ്പർ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, ആരാണ് സൂപ്പർ സ്ട്രക്ചറെ ഉണ്ടാക്കുന്നത്, ബേസിക്കലി എക്കണോമിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസ് സ്ട്രക്ചർ വിൽ ഷേപ്പ് ദ സൂപ്പർ സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, ബേസ് സ്ട്രക്ചറിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് വാട്ട് കാൾ മാക്സ് തിങ്ക് അബൌട്ട് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. മോഡ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക്കലാണ്, ഡിറ്റർമിനിസ്റ്റിക് വ്യൂ പോയിന്റ് ആണ് അല്ലെ. മോണോ ക്ലോസൽ എക്സ്പ്ലനേഷൻ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെബർ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും എന്താണ്, കാൾ മാക്സിനെതിരെയുള്ള ഒരു ക്രിറ്റിസിസം പോലെ തന്നെയാണ്. ക്രിറ്റിസിസമായിട്ട് വെബറിന്റെ സ്റ്റഡിയിൽ വെബർ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ തിയറി വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ തിയറിയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഡയറക്റ്റ്ലി ഉന്നം വെക്കുന്ന ആരെ തന്നെയാണ്, കാൾ മാക്സിനെ തന്നെയാണ്. അപ്പം വെബർ പറയുന്നത് നേരെ തിരിച്ചാണ്. എങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിൽ നിന്ന് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു തിയറിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ബേസിക്കലി പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നുള്ളതിൽ മാക്സ് വെബർ ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് ഈ തിയറി എങ്ങനെയാണെന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ആദ്യം തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെ പറ്റി പഠിക്കുമ്പോൾ വെബറിന്റെ നിങ്ങൾക്ക് അറിയാലോ, വെബർ എങ്ങനെയാണ് ഒരു സ്റ്റഡി നടത്തുക, വെബറിന്റെ മെത്തഡോളജീസ് എന്തൊക്കെയാണ്. വെബർ ആദ്യം ഒരു സാധനം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ സോഷ്യൽ ആക്ഷൻ എന്താണെന്നുള്ളത് വെബർ പഠിക്കും. ആൻഡ് ദർ ആർ 4 ടൈപ്പ് ഓഫ് സോഷ്യൽ ആക്ഷൻ വെബർ ഗിവൺ അല്ലേ. അതുപോലെ തന്നെ വെബർ പോലെ ചെയ്യുന്നതാണ് ഐഡിയൽ ടൈപ്പ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, വെബർ ഒരു സാധനം അപ്രോച്ച് ചെയ്യുക. കാരണം വെബർ പറഞ്ഞിട്ടുണ്ട് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഹൈലി കോംപ്ലക്സ് ആണ്, ബിയോണ്ട് എന്താണ്, ഹ്യൂമൻ മൈൻഡിന് കോംപ്രിഹെൻഡ് ചെയ്യുന്നതിൽ അപ്പുറമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഐഡിയൽ ടൈപ്പ് ഉണ്ടാക്കാതെ പഠിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ വെബർ വിൽ ബി ഓൾസോ ഫോക്കസിങ് ഓൺ മൾട്ടി കോസൽ അനാലിസിസിലായിരിക്കും എന്ത് ചെയ്യുക, വെബർ നോക്കുക എന്നുള്ളത് നമുക്കറിയാലോ. സോ ഇതേ മെത്തഡോളജി തന്നെ നമുക്ക് എവിടെയും കാണാൻ പറ്റും. വെബറിന്റെ പഠനമായിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന തിയറിയിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ കാണാൻ പറ്റും. അപ്പം മാക്സ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വെബർ ക്യാപിറ്റലിസത്തിനെ പഠിക്കുന്നതിന് മുന്നേ വെബർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ക്യാപിറ്റലിസത്തിന്റെ ഐഡിയൽ ടൈപ്പ് ഉണ്ടാക്കും. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റലിസം എന്ന് പറയുന്നത് നത്തിങ് ബട്ട് അക്യുമുലേഷൻ ഓഫ് വെൽത്ത് അല്ലെ. ഒരു അക്യുമുലേഷൻ ഓഫ് വെൽത്ത് നടത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ ഡിസയർ ടു അക്യുമുലേറ്റ് വെൽത്ത് ഉണ്ടാക്കുക, മാക്സിമം വെൽത്ത് ഉണ്ടാക്കുക എന്ന്, അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പം ക്യാപിറ്റലിസം എന്ന് പറയുന്ന സാധനം ഒരു മോഡേൺ സൊസൈറ്റിയിൽ മാത്രം ഒറിജിനേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ നോക്കുമ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുന്ന സൊസൈറ്റി, ഇപ്പം മാക്സ് പറയുന്നതും അല്ലെങ്കിൽ ഡെർക്കെയും പറയുന്നതും ക്യാപിറ്റലിസം എന്ന് പറയുന്ന മോഡേൺ സൊസൈറ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഡേൺ സൊസൈറ്റിയിൽ മാത്രമായിരുന്നോ ക്യാപിറ്റലിസം ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ക്യാപിറ്റലിസം ഡിഫറെന്റ് ഫോമിൽ ഉണ്ടായിക്കൂടെ? അപ്പൊ സ്വാഭാവികമായിട്ടും വെബർ എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും, ഡിഫറെന്റ് ഫോം ഓഫ് ക്യാപിറ്റലിസം എന്തൊക്കെയാണ് എന്നുള്ളത് വെബർ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ വെബർ ആദ്യം ചെയ്തിട്ടുള്ളത് എന്താണ്, ഡിഫറെന്റ് ഐഡിയൽ ടൈപ്സ് ഓഫ് ക്യാപിറ്റലിസം ഉണ്ടാക്കി. ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാപിറ്റലിസം ആണുള്ളത് എന്നുള്ളത് ഐഡിയൽ ടൈപ്പുകൾ ഉണ്ടാക്കി. അങ്ങനെ വെബർ 4 ഐഡിയൽ ടൈപ്പ് ഓഫ് ക്യാപിറ്റലിസം ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാണ് ലീഗൽ റാഷണൽ ക്യാപിറ്റലിസം. അതാണ് വെബർ മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന ക്യാപിറ്റലിസം ആണ് ലീഗൽ റാഷണൽ ക്യാപിറ്റലിസം. അതേപോലെ തന്നെ പഴയ സൊസൈറ്റിയിൽ എന്തുണ്ട്, ക്യാപിറ്റലിസം ഉണ്ട്. പണ്ടും ആളുകൾ ട്രേഡേഴ്സ് നടന്നിട്ടുണ്ട് അല്ലെ, സിൽക്ക് റൂട്ട്, അങ്ങനെ പഴയ റൂട്ട് എന്തുണ്ട്, ഒരുപാട് ട്രേഡിങ് പണ്ടും നടന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു, വേറൊരു മോഡൽ ഓഫ് ക്യാപിറ്റലിസം ഉണ്ടാക്കി, ദാറ്റ് ഈസ് ട്രഡീഷണൽ ക്യാപിറ്റലിസം. ട്രഡീഷണൽ ക്യാപിറ്റലിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കുന്നത്, പണ്ടത്തെ കാലത്തെ പ്രൊഡക്ഷനാണ്, ഈ സിൽക്ക് റൂട്ടിലുള്ള പ്രൊഡക്ഷനാണ്. ഇവിടെ പ്രൊഡക്ഷൻ ആർക്കായിട്ടാണ്, വലിയ വലിയ ആർട്ടിസ്റ്റൻസ് ഒക്കെ വലിയ വലിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു. പ്രൊഡക്ട്സ് പൊതുവെ കോസ്റ്റ്ലി ആയിരിക്കും. അത് ആരാണ്, നമ്മളെ മാർക്കറ്റ് ക്ലാസ് അല്ലെങ്കിൽ അത് മേടിക്കുന്ന ആരായിരിക്കും, വലിയ വലിയ രാജാക്കന്മാരായിരിക്കും. അപ്പം ഇവിടെ പ്രൊഡക്ഷൻ എന്നുള്ളത് മാസ് പ്രൊഡക്ഷൻ അല്ല, ചെറിയ ചെറിയ യൂണിറ്റ് ആണ്. പക്ഷെ വിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, മാസസിന് വേണ്ടിയിട്ടല്ല, കുറച്ച് ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്നു. ഇങ്ങനെയുള്ള സിൽക്ക് റൂട്ടൊക്കെ ഉപയോഗിച്ച് നമ്മൾ പണ്ട് ചെയ്ത പ്രൊഡക്ഷനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് വിളിക്കുക, അല്ലെങ്കിൽ പണ്ട് കാണുന്ന രാജാക്കന്മാരുടെ കാലത്തേക്കുള്ള പ്രൊഡക്ഷനെയാണ് നമ്മൾ ട്രഡീഷണൽ ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ഉണ്ട്. പക്ഷേ ഇതെന്താണ്,
ഒരുപാട് പേർക്ക് വേണ്ടിയല്ല, വളരെ കുറച്ച് ആളുകൾക്ക് വേണ്ടി ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നു. ഇനി അനദർ ഫോം ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നതാണ് ബൂട്ടി ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ബൂട്ടി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഇവിടെ ഈ നമ്മളെ ഏൻഷ്യന്റ് മിഡിവൽ സൊസൈറ്റിയിലൊക്കെ ഉള്ള ഒരു ക്യാപിറ്റലിസം ആണ്. ഇവിടെ രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പല രാജ്യങ്ങളും അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അലക്സാണ്ടർ എന്ന് പല രാജ്യങ്ങളും അറ്റാക്ക് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്ത് അവിടുത്തെ വെൽത്ത് എന്ത് ചെയ്യുന്നു, പ്ലണ്ടർ വഴി സ്വന്തമാക്കുന്നു. ഇവിടെയും ഒരു തരം വെൽത്ത് അക്യുമുലേഷൻ ആണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് വെൽത്ത് അക്യുമുലേഷൻ ചെയ്യുന്നത്? ഇവിടെ റയോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലണ്ടറിങ് ആയിരിക്കാം, മോഷണം നടത്തിയിട്ടായിരിക്കാം, കോൺക്വസ്റ്റ് ആയിരിക്കാം, വാർ ആയിരിക്കാം. സോ ഇത്തരത്തിലുള്ള വെൽത്ത് അക്വിസേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ വെൽത്ത് ഉണ്ടാക്കുന്ന ക്യാപിറ്റലിസം സൊസൈറ്റീനെയാണ് നമ്മൾ ബൂട്ടി ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലും ഒരുപാട്, ഇപ്പൊ നാദൃശ പോലെയുള്ള ആളുകളൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് വെൽത്ത് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ദിസ് ഈസ് കൈൻഡ് ഓഫ് ആൻ അക്യുമുലേഷൻ ഓഫ് വെൽത്ത്. പക്ഷെ ഇതെന്താണ്, ഒരു ബൂട്ടി ക്യാപിറ്റലിസം ആണ്. അതേപോലെ തന്നെ വേറൊരു മോഡ് ഓഫ് ക്യാപിറ്റലിസം ആണ് പെരിയ ക്യാപിറ്റലിസം. പെരിയ ക്യാപിറ്റലിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മണി ലെൻഡിങ് ആക്ടിവിറ്റീസ് അല്ലേ, ഇന്ത്യയിലൊക്കെ നമ്മൾ കാണാം ഒരുപാട് മണി ലെൻഡേഴ്സ് ഇല്ലേ. ഈ മണി ലെൻഡേഴ്സ് ബേസിക്കലി മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കൊടുത്ത് അതിന്റെ ഇൻട്രസ്റ്റ് മേടിച്ച് അവരെന്ത് ചെയ്യുന്നു, അവരുടെ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നു. ഇതും ഒരു ടൈപ്പ് ഓഫ് ക്യാപിറ്റലിസം ആണ്. അപ്പം ഇങ്ങനെ 4 ഫോം ഓഫ് ക്യാപിറ്റലിസം എന്ത് ചെയ്തു, നമ്മൾ വെബർ കണ്ടെത്തി. അതാണ് ട്രഡീഷണൽ ബൂട്ടി ക്യാപിറ്റലിസം, പെരിയ ക്യാപിറ്റലിസം ആൻഡ് ലീഗൽ റാഷണൽ ക്യാപിറ്റലിസം. അപ്പം ഡിഫറെൻറ്റ് ഫോം ഓഫ് ക്യാപിറ്റലിസം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ലീഗൽ റാഷണൽ ക്യാപിറ്റലിസം എങ്ങനെ ബാക്കിയുള്ള ക്യാപിറ്റലിസവുമായിട്ടുള്ള എന്താണ് വ്യത്യാസം എന്നുള്ളതും പഠിക്കണ്ടേ? കാരണം ഇതെല്ലാം ക്യാപിറ്റലിസമാണ്. പക്ഷേ വെബർ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്, ലീഗൽ റാഷണൽ ക്യാപിറ്റലിസം ആയിട്ടുള്ള മോഡേൺ സൊസൈറ്റിയിലുള്ള നമ്മൾ ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്ന ക്യാപിറ്റലിസത്തിനെയാണ്. അപ്പോൾ ഈ ക്യാപിറ്റലിസത്തിന് ബാക്കിയുള്ള ക്യാപിറ്റലിസം തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവണ്ടേ? അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെബർ പറയുന്നത് വാട്ട് ഡിഫറേഴ്സ് ഫ്രം ദി ട്രഡീഷണൽ ക്യാപിറ്റലിസം, ബൂട്ടി ക്യാപിറ്റലിസം, പെരിയ ക്യാപിറ്റലിസത്തിൽ നിന്ന് നമ്മൾ ലീഗൽ റാഷണൽ അല്ലെങ്കിൽ മോഡേൺ സൊസൈറ്റിയിലെ ക്യാപിറ്റലിസത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഡിഫറൻസ് എന്ന് പറയുന്നത് അൺറിലന്റിങ് പെർസ്യൂട്ട് ഓഫ് പ്രോഫിറ്റ് ത്രൂ റീഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേൺ ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് അൺറിലക്റ്റന്റ് പെർസ്യൂട്ട് ഓഫ് പ്രോഫിറ്റ്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർസ്യൂട്ട് അവിടെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, അതെങ്ങനെയാണ് കിട്ടുന്ന പൈസ ചെലവാക്കുകയല്ല ചെയ്യുന്നത്, ദേ വിൽ റീഇൻവെസ്റ്റ്. സോ പെർസ്യൂട്ട് ഓഫ് ക്യാപിറ്റൽ ത്രൂ റീഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, മോഡേൺ സൊസൈറ്റിയിലെ ഒരു ഫോം ഓഫ് ക്യാപിറ്റലിസം ആയിട്ട് വെബർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, മറ്റ് ക്യാപിറ്റലിസം ഇപ്പം ട്രഡീഷണൽ ക്യാപിറ്റലിസത്തിലും പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മോഡേൺ ക്യാപിറ്റലിസത്തിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന മാസ് പ്രൊഡക്ഷൻ ഫോർ ദ മാസസ് ആണ്. മാസ് പ്രൊഡക്ഷൻ ഫോർ ദ മാസസ്. ഇത് ട്രഡീഷണൽ ക്യാപിറ്റലിസത്തിൽ എന്തില്ല, കാണാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡേൺ സൊസൈറ്റിയിലേക്ക് വെബർ നോക്കുമ്പോൾ അൺറിലന്റിങ് പെർസ്യൂട്ട് ഓഫ് പ്രോഫിറ്റ് ത്രൂ റീഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, മോഡേൺ ക്യാപിറ്റലിനെ ഡിഫറെന്റ് ആക്കുന്നത്. അപ്പോൾ വെബർ എന്ത് ചെയ്തു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐഡിയൽ ടൈപ്സുകൾ ഉണ്ടാക്കി, ക്യാപിറ്റലിസം ഉണ്ടാക്കി. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെബർ ക്യാപിറ്റലിസത്തിൽ പഠിക്കുമ്പോൾ വെബറിന്റെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഫിലോസഫി എന്തുകൊണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റലിസം പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ട് ഇംഗ്ലണ്ടിലും നെതർലാൻഡിലും മാത്രം ഒറിജിനേറ്റ് ചെയ്തു? ലോകത്ത് എന്തോരം സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ചൈന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കലി ചൈന പണ്ട് മുതലേ അഡ്വാൻസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ പ്രിന്റിംഗ് ടെക്നോളജി ഉണ്ട്. ഇന്ത്യയിലും ആണെങ്കിൽ ഒരുപാട് പുതിയ ടെക്നോളജിയിൽ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും നടക്കാതെ, ഇവിടെ ഒന്നും ക്യാപിറ്റലിസം ഒറിജിനേറ്റ് ചെയ്യാതെ എന്തുകൊണ്ട് നെതർലാൻഡിലും ഇംഗ്ലണ്ടിലും സ്പെസിഫിക്കലി ക്യാപിറ്റലിസം എമർജ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഡിഫേഴ്സ് ഫ്രം നെതർലാൻഡും ഇംഗ്ലണ്ടും ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് എങ്ങനെ ഡിഫറെൻ്റ് ആവുന്നു എന്നുള്ള ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ആണ് വെബറിന്റെ മനസ്സിലേക്ക് ആദ്യം പോകുന്നത്. അപ്പോൾ ഈ റിസർച്ച് ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ടാണ് വെബർ നോക്കുമ്പം ഇവിടെ എന്ത് കാണുന്നത്, ഒരു വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ആളുകൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ വെബർ എങ്ങനെയാണ് ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാവുന്നത്, വെബർ ബിലീവ് ചെയ്യുന്നത് ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാവുന്നത് ആദ്യം എന്ത് ചെയ്യുന്നു, ഒരുപാട് ആളുകൾ സോഷ്യൽ ആക്ഷൻസ് എടുക്കുന്നു അല്ലേ. ഈ ഒരുപാട് പേര് ഒരേ ടൈപ്പ് ഓഫ് സോഷ്യൽ ആക്ഷൻ എടുക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, സോഷ്യൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി ഡെർക്കേമിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെബർ എന്താണ്, സോഷ്യൽ ആക്ഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരുപാട് ടൈപ്പ് ഓഫ് സിമിലർ സോഷ്യൽ ആക്ഷൻസ് ഉണ്ടാകുമ്പോൾ അതൊരു സോഷ്യൽ സ്ട്രക്ചറായി മാറുന്നു. ആൻഡ് ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം സോഷ്യൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, ഗെറ്റ് ഇറ്റ്സ് ഓൺ പവർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അണ്ടറിലേക്ക് പീപ്പിൾ പോകുന്നു. സോ ഇവിടെ പീപ്പിളിനൊരു റോൾ ഉണ്ട്, സോഷ്യൽ ആക്ഷൻ. അപ്പം ഇംഗ്ലണ്ടിലും നെതർലാൻഡിലും മാത്രം ക്യാപിറ്റലിസം എമർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ആൻഡ് ഈ ഫൗണ്ട് ദാറ്റ് മജോറിറ്റി ഓഫ് ദിസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് റിലീജിയനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനുള്ള ആളുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ വുഡ് ബി സം സിമിലാരിറ്റി ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ എന്നുള്ള തോട്ടിൽ നിന്നാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന റിസർച്ച് സ്റ്റഡിയിലേക്ക് വെബർ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റഡിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അറിയേണ്ടത് ഇപ്പോൾ കാത്തലിക്സും പ്രൊട്ടസ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് മനസ്സിലാവണം അല്ലേ. ജസ്റ്റ് ആ സ്റ്റഡിയിൽ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് അറിഞ്ഞിരിക്കണം. അപ്പം സ്വാഭാവികമായിട്ട് എന്താണ് കാത്തലിക്സത്തിന്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഈ കാത്തലിസത്തിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ കാത്തോലിക് റിലീജിയനിൽ ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സാൽവേഷൻ, കാത്തലിക് റിലീജിയനിൽ സാൽവേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബൈ ദ ലെറ്റർ ഓഫ് ഇൻഡൾജൻസ് അല്ലേ.
നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലെറ്റർ ഓഫ് ഇൻ്റലിജൻസ്. എന്താണ് ലെറ്റർ ഓഫ് ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സിൻ കമ്മിറ്റ് ചെയ്തു. സപ്പോസ് യു കമ്മിറ്റഡ് എ സിൻ. ഓക്കെ, നിങ്ങളൊരു പാപം ചെയ്തു. ഈ പാപം കഴുകി കളയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് വൺ ഓപ്ഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോപ്പിന്റെ അടുത്തൊന്നോ അല്ലെങ്കിൽ റിലീജിയസ് പ്രീസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കുകയോ കറപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ സൈൻ എ ലെറ്റർ ഓഫ് ഇൻ്റലിജൻസ്. ഈ ലെറ്റർ ഓഫ് ഇൻ്റലിജൻസ് നിങ്ങൾക്ക് എന്താണ്? സാക്ഷ്യപത്രമാണ്, നിങ്ങൾ സ്വർഗ്ഗത്തിൽ കിടന്നിരിക്കുന്നു എന്നൊരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാം എന്നുള്ളതാണ് കാത്തലിക്സിൽ അന്ന് പറയുന്നത്. ഹൈലി കറപ്റ്റഡ് ആണ് ആ സമയത്ത്. കാരണം ഇതൊരു ഡൊമിനന്റ് കുറച്ച് ക്ലാസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, റിലീജിയൻ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം ബൈബിൾ എന്തായിരുന്നില്ല, ലോക്കൽ ലാംഗ്വേജിലൊന്നും പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇത് ബൈബിൾ വായിച്ചതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പം പ്രീസ്ലി ക്ലാസ് മാത്രമായതുകൊണ്ട്, പ്രീസ്ലി ക്ലാസ് എന്ത് ചെയ്യുന്നു, കറപ്റ്റഡ് ആയതുകൊണ്ട് സിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റർ ഓഫ് ഇൻ്റലിജൻസ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാം എന്ന് പറയുന്നു. സോ ഹൈലി കറപ്റ്റഡ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, കാത്തലിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ കാത്തലിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ അനദർ പ്രോബ്ലം ഈസ് റിച്വലിസ്റ്റിക് ആണ് അല്ലേ. അതായത് വളരെ റിച്വലിസ്റ്റിക് ആണ്, എല്ലാ റിച്വൽസും ഉണ്ട്. ബാപ്റ്റിസം, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും പ്രാർത്ഥന, മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് നിങ്ങൾ എന്തായിരിക്കണം, പ്രാർത്ഥിച്ച് നടക്കുക എന്നുള്ളതാണ് കാത്തലിക്സിൽ പറയുന്നത്. സോ കൂടുതലും വെർഷിപ്പാണ്, പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ വർക്കിനെ പറ്റി കാത്തലിക്സ് പറയുന്നത് വർക്ക് എത്രത്തോളം ചെയ്യണം, വർക്ക് ഇനഫ് ഫോർ ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള അത്രയും വർക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ പ്രോഫിറ്റിനെ പറ്റി കാത്തലിക്സ് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് സിന്നാണ് എന്ന് കാത്തലിക്സ് പറയുന്നു. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മേടിക്കാൻ പാടില്ല, സിന്നാണ്. സോ ഇതൊക്കെയായിരുന്നു കാത്തലിക് ഫിലോസഫി. ദ പ്രോബ്ലം വിത്ത് കാത്തലിസം എന്താണ്, ഹൈലി കറപ്റ്റഡ് ആണ്. ഹൈലി കറപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ലെറ്റർ ഓഫ് ഇൻ്റലിജൻസ് വേണം. ഒരു ദിവസം ഇവർ പണിക്ക് പോകില്ല, കാരണം മോസ്റ്റ് ഓഫ് ഡേയ്സ് ഹോളി ഡേയ്സ് ആണ്. എല്ലാ ദിവസവും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പള്ളിയിലിരുന്ന് മാസമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു കാത്തലിക്സിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പം ഇവിടെ പാവപ്പെട്ട ആളുകളെ നിന്ന് കൂടുതൽ പൈസ മേടിച്ച് കറപ്റ്റഡ് ആയിട്ട് ലെറ്റർ ഓഫ് ഇൻ്റലിജൻസ് വിൽക്കുന്നു, അല്ലെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലെറ്റർ കൊടുത്തിട്ട് വേണം നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യുന്നത് കണ്ടിട്ട് ഇതിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു തീസസ് പേപ്പർ എഴുതുകയാണ് ബേസിക്കലി മാർട്ടിൻ ലൂതർ കിങ് ചെയ്തത്. സോ മാർട്ടിൻ ലൂതർ കിങ് ബേസിക്കലി എന്ത് ചെയ്യുന്നു, ഈ ഒരു കറപ്റ്റ് പ്രാക്ടീസസ് ബേസിക്കലി കാത്തലിക്സിൻ്റെ ഇടയിലുള്ള കറക്റ്റ് പ്രാക്ടീസസിനെതിരെ എന്ത് ചെയ്യുന്നു, മാർട്ടിൻ ലൂതർ ജൂനിയർ എന്ത് ചെയ്യുന്നു, കിങ് എന്ത് ചെയ്യുന്നു, ബേസിക്കലി മാർട്ടിൻ ലൂതർ കിങ് ഒരു തീസസ് എഴുതുകയാണ്. ആ തീസസ് എഴുതിയിട്ട് ഈ തീസസ് ഈ പള്ളിയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു, ബേസിക്കലി ഓൺ 31 ഒക്ടോബർ 1517 ഈ പള്ളികൾ കാത്തലിക് ചർച്ചിൻ്റെ മുമ്പിൽ ആണിയടിച്ച് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഈ പള്ളിയിലേക്ക് വരുന്ന ആളുകളൊക്കെ ഇത് കണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുള്ളത്, ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം, ബൈബിൾ കോട്ട് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അപ്പോഴാണ് ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇവർ കറപ്റ്റ് ചെയ്യപ്പെടുന്നതും ഇവരെന്ത് ചെയ്യുന്നു, ചീറ്റ് ചെയ്യപ്പെടുക എന്നും അറിയുന്നത്. അതേപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ് എന്ത് ചെയ്തു, ഈ ബൈബിളിനെ ജർമ്മൻ ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തു. സോ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് സംഭവിച്ചു, മാസസിന് ബൈബിൾ റീഡ് ചെയ്യാൻ പറ്റി. സോ ഇവിടെ നിന്നാണ് പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ, ശേഷം എന്ത് ചെയ്യുന്നു, കാത്തലിക്സ് റിലീജിയൻ നിന്ന് എന്ത് ചെയ്യുന്നു, ഇത് സെപ്പറേറ്റഡ് ആവുന്നു, പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ സെക്ട് ആയിട്ട് വരുന്നു, അത് പ്രൊട്ടസ്റ്റന്റ് റിലീജിയനായി മാറുന്നു. സോ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിൽ തന്നെ ലൂതറനിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിലേക്ക് അല്ലെങ്കിൽ ഒരു സെക്ടിലേക്ക് ഇത് വരുന്നു. അതേപോലെ തന്നെ വേറൊരു പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ ആണ്, അല്ലെങ്കിൽ വെബറിനെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽവിനിസം ആണ്. ഓക്കെ, സോ കാൽവിൻ്റെ തിയറീസ്, കാൽവിനിസം എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ ആണ്. സോ വെബറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് മാർട്ടിൻ ലൂതർ കിങ്, നമ്മൾ പറഞ്ഞു അല്ലേ, ഫസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ. രണ്ട് കാൽവിനിസം, ബിക്കോസ് വെബറിന്റെ മദർ കാൽവിനിസ്റ്റ് ആയിരുന്നു. സ്വാഭാവികമായിട്ട് കാൽവിൻ എന്ത് ചെയ്തിട്ടുണ്ട്, വെബറിനെ ഇൻസ്പയർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റലിസത്തിലും വെബർ ഇൻസ്പയർ ആയുള്ള ആളാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത് എന്താണ്, ആ സമയത്ത് ക്യാപിറ്റലിസ്റ്റ് ആയിരുന്നു. സോ സ്വാഭാവികമായിട്ടും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും എന്ത് ചെയ്തിട്ടുണ്ട്, വെബറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇവരെ മൂന്നുപേരുടെയും വർക്കിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസത്തിലേക്ക് വെബർ എത്തിപ്പെടുന്നത്. ഓക്കെ, ഈ വർക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വെബർ ഇതിന്റെ റിസർച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മോശമായിട്ടുണ്ടായിരുന്ന റിലീജിയനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാത്തലിക്സ് ഇത്രയും കറപ്റ്റഡ് ആയ കാത്തലിക്സിൽ നിന്നാണ് പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ വരുന്നു. പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ വന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങൾ അങ്ങ് വരുത്തി. അപ്പോൾ എന്താണ് പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിൽ നിന്ന് മാറ്റം വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺ തിങ് ദേ സെഡ് ദാറ്റ് ദർ ഈസ് എ ഡോക്ട്രിൻ ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ. സോ ഡോക്ട്രിൻ ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാൽവേഷൻ കിട്ടുന്ന സമയത്ത് ഇപ്പം എന്ത് ചെയ്യുന്നു, ആളുകൾ എന്ത് ചെയ്തു, ബേസിക്കലി കാത്തലിക്സിൽ നിന്ന് കുറേ പേര് മാറി പ്രൊട്ടസ്റ്റന്റിൽ പോയി. അപ്പം അവിടെ പ്രൊട്ടസ്റ്റന്റിലേക്ക് മാറിയെങ്കിലും അവിടെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. എങ്ങനെയാണ് നമ്മൾ സാൽവേഷൻ കിട്ടുക, എങ്ങനെ സ്വർഗ്ഗത്തിൽ പോകും എന്നറിയില്ല. അപ്പം ഇതൊക്കെ കറപ്റ്റഡാന്ന് പറയുന്നു, ഇനി ഒരു മെത്തേഡ് വേണ്ടേ? അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ കൊടുത്ത മെത്തേഡാണ് ഡോക്ട്രിൻ ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ. എന്താണ് ഡോക്ട്രിൻ ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോവോ നരകത്തിൽ പോവോ, ഓർ യു ആർ ദ ചൂസൺ വൺ ആണോ അല്ലയോ എന്നുള്ളത് പ്രീ ഡെസ്റ്റിൻഡ് ആണ്, ഓൾറെഡി ഇത് തീരുമാനിക്കപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്തില്ല, ആർക്കും പൈസ കൊടുത്തിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇതൊന്നും കാര്യമില്ല, കാരണം നിങ്ങൾ സ്വർഗ്ഗത്തിലാണോ അല്ലയോ എന്നുള്ളത് പ്രീ ഡെസ്റ്റിൻഡ് ആണ് എന്നുള്ളത് പറഞ്ഞു.
പക്ഷെ ഇവിടെ വലിയൊരു പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെ പ്രീ ഡെസ്റ്റിൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് ആരാണ് സെലക്ടഡ് വൺ, ആരാണ് കോളിംഗ് കിട്ടിയത്, കോളിംഗ് കിട്ടാത്ത ആള് എന്നുള്ളത് മനസ്സിലാവോ? ഇല്ല. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആങ്സൈറ്റി വരും. ആരാണ് സെലക്ടഡ് വൺ, ആരാണ് ചൂസൺ വൺ എന്നുള്ളത് അറിയാത്തതിൻ്റെ ഒരു ആങ്സൈറ്റി ആളുകളിൽ വരും. സോ ഇതൊരു ഡിസ്റ്റർബൻസിലേക്ക് വരും. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ ആദ്യം പറഞ്ഞു ദർ ഈസ് എ ഡോക്ട്രിൻ ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ, നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ് കറക്റ്റ് ആയിട്ട് എന്താണ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഈസ് ദാറ്റ് ദർ ഈസ് എ ഡോക്ട്രിൻ ഓഫ് കോളിംഗ്. സോ പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആങ്സൈറ്റി വരേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾ ഓൾറെഡി ഡെസ്റ്റിനേഷൻ കറക്റ്റ് ആണ്, നിങ്ങൾ ചൂസൺ വൺ ആണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വേൾഡിൽ ദിസ് വേൾഡ്ലി സക്സസ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് യുവർ ചൂസൺ വൺ ഓർ നോട്ട്. അതായത് ഈ വേൾഡിൽ നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വേൾഡിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത് നിങ്ങൾ സക്സസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ഇത് എന്തിൻ്റെ സൈനാണ്? നിങ്ങൾ മറ്റേ വേൾഡിൽ, സ്വർഗത്തിൽ, അതർ വേൾഡിൽ നിങ്ങൾ സക്സസ് ആണ് എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് ഈ വേൾഡിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ടും ദിസ് വേൾഡ്ലി സക്സസ് എന്തായി മാറി? ഇൻഡിക്കേഷൻ ഓഫ് നിങ്ങൾ ചൂസൺ വൺ ആണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ വർക്ക് ചെയ്യണം. സോ വർക്ക് ഈസ് വർഷിപ്പ് എന്നായിരുന്നു അടുത്ത ഫിലോസഫി. വർക്ക് ഈസ് വർഷിപ്പ് ആക്കി മാറ്റി. ദെൻ അനദർ ഡോക്ട്രിൻ ഈസ് ദ ഡോക്ട്രിൻ ഓഫ് അസെറ്റിസിസം. സോ അസെറ്റിക് മെറ്റീരിയലിസം ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുന്നത്. വാട്ട് ഈസ് അസെറ്റിക് മെറ്റീരിയലിസം? അതായത് നിങ്ങൾ വർക്ക് ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കി, ഈ പൈസ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ സ്വയം നിങ്ങളെ മുകളിൽ ചിലവാക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം വെറുതെ ആ പൈസ ലക്ഷറി ആയിട്ട് ജീവിക്കാനല്ല നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. യു ഷുഡ് റീഇൻവെസ്റ്റ് ആൻഡ് എക്സ്പാൻഡ്. എന്ത് ചെയ്യണം? സ്വർഗത്തിന്റെ ദൈവത്തിന്റെ രാജ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്യണം. സോ യു ഷുഡ് റീഇൻവെസ്റ്റ് ആൻഡ് എക്സ്പാൻഡ്. പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. സോ ദാറ്റ് ഈസ് അനദർ എന്താണ്? ഡോക്ട്രിൻ ഓഫ് അസെറ്റിസിസം. അപ്പം പ്രൊട്ടസ്റ്റന്റ് എത്തിക്സിൽ എന്തുണ്ട്? ഇതുപോലെയുള്ള ഫിലോസഫീസ് ഒക്കെ എന്ത് ചെയ്തു കാണുന്നു. അപ്പം അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്നു. പ്രോഫിറ്റ് ഇവിടെ എന്തല്ല? പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിൽ പ്രോഫിറ്റ് സിന്നല്ല. പ്രോഫിറ്റ് എന്താണ്? ഈസ് എ സൈൻ ഓഫ് ചൂസൺ വൺ ആണോ അല്ലയോ എന്നുള്ളതിന്റെ സൈനാണ്. അതേപോലെ തന്നെ വർക്ക് എന്ന് പറയുന്നത് ഇവർ എക്കണോമിക്കൽ നീഡിന് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ഇവിടെ എന്താണ്? സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. ഫോർ ദം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. ഇവിടെയാണ് കാൾ മാക്സും വെബറും തമ്മിലുള്ള ഒരു വലിയൊരു ഡിഫറൻസ് കാണുന്നത്. കാൾ മാക്സ് നിങ്ങൾ ആലോചിക്കുക, കാൾ മാക്സ് ഫാക്ടറിയിലൊക്കെ ജീവിച്ച ആളാണ്. ഈ ലേബർ ക്യാമ്പിലൊക്കെയാണ് കാൾ മാക്സ് കുറെ കാലം ജീവിച്ചത്. അപ്പോൾ കാൾ മാക്സ് വിചാരിക്കുന്നത് വർക്ക് ചെയ്യാന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ആണ് എന്ത് ചെയ്തത്? കാൾ മാക്സ് വിചാരിക്കുന്നത്. സോ ഫോർ കാൾ മാക്സ് ഒരു മാനേജർ വന്നിട്ട് ഇന്ന് വർക്കറോട് പറയാൻ 2 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ വർക്കർ ഇതൊരു എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ടാണ് വിചാരിക്കുന്നതെന്നാണ് കാൾ മാക്സ് വിചാരിക്കുന്നത്. പക്ഷേ ഫോർ പ്രൊട്ടസ്റ്റന്റ് വർക്ക് എന്ന് പറയുന്ന വർഷിപ്പാണ്. അപ്പോൾ മാനേജർ വന്നിട്ട് ഇന്ന് 2 മണിക്കൂർ കൂടി വർക്ക് ചെയ്യണം എന്ന് പറയുമ്പം അതെന്താണ്? ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ള ആ സ്പിരിച്വൽ എക്സ്പീരിയൻസിനോട് കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. സോ വർക്ക് ഈസ് എ വർഷിപ്പ് ഫോർ എ പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ എന്നുള്ളതാണ് ആര് പറയുന്നത്? ഈ വെബർ പറയുന്നത്. സോ വെബർ എന്ത് ചെയ്തു? ആദ്യം തന്നെ ഐഡിയൽ ടൈപ്പ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ഉണ്ടാക്കി. എന്തൊക്കെ ഐഡിയൽ ടൈപ്പാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിൽ കാണാൻ പറ്റുക നോക്കി. വൺ ഈസ് ഫ്രൂഗാലിറ്റി. So what is frugality? Frugality is nothing but you don't spend your money, you will reinvestment. സോ കിട്ടുന്ന പൈസയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? റീഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്തായിരിക്കണം? കൂടുതൽ റീഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ? ഇൻഡസ്ട്രിയലിസ്റ്റ് എന്തായിരിക്കും? പൈസ മൊത്തം ചിലവാക്കല്ല, റീഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ ഇൻഡസ്ട്രിയൽനെസ്. സോ ഇൻഡസ്ട്രിയൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? യു വർക്ക് മോസ്റ്റ്ലി എന്ത് ചെയ്യണം? നിങ്ങൾ വർക്ക് ഈസ് വർഷിപ്പ്, കൂടുതൽ സമയം വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്? വർക്ക് ഈസ് വർഷിപ്പ്, വർക്ക് ബിക്കം എ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയി മാറി. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ടൈം ഈസ് മണി, യു കാൺ വേസ്റ്റ് മണി. ഐഡിയൽനെസ് ഈസ് എന്താണ്? സിന്നായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൊട്ടസ്റ്റന്റ് പറയുന്നത്. വെറുതെ ഇരിക്കുക, ഐഡിയൽനെസ് എന്താണ്? സിന്നാണ്. അപ്പം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? പണിയെടുത്തുകൊണ്ടിരിക്കണം. ടൈം ഈസ് മണി. നിങ്ങൾ പലപ്പോഴും ഇപ്പോഴും മോഡേൺ കോഡ്സ് ഒക്കെ കാണാറുണ്ട് അല്ലേ? ടൈം ഈസ് മണി എന്ന് പറയുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് എന്ന് വരുന്ന ഒരു കോൺസെപ്റ്റാണ്. അതേപോലെ തന്നെ നോഷൻ ഓഫ് കോളിംഗ്. എന്താണ് നോഷൻ ഓഫ് കോളിംഗ്? ദർ ഈസ് വർക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നോഷൻ ഓഫ് കോളിംഗ് വരുന്നത്. സോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ വേൾഡിലെ സക്സസ് എന്താണ്? നിങ്ങളെ ഇൻഡിക്കേഷൻ ദാറ്റ് യു ആർ ചൂസൺ വൺ ആൻഡ് ദർ ഈസ് എ ഡോക്ട്രിൻ ഓഫ് പ്രീ ഡെസ്റ്റിനേഷൻ. ഇതെന്ത് ചെയ്യുന്നു? ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അസെറ്റിക് മെറ്റീരിയലിസം. നിങ്ങൾക്ക് തന്നെ സ്പെൻഡ് ചെയ്യരുത്, കൂടുതൽ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടുതലും റീഇൻവെസ്റ്റ് ചെയ്യണം. അതേപോലെ ദിസ് വേൾഡ്ലി ബിലീഫ്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ മറ്റേ വേൾഡിനെ പറ്റി നോക്കുന്നതിനെക്കാട്ടും ഈ വേൾഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സക്സസ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊട്ടസ്റ്റന്റ് എത്തിക്കിൽ ഉണ്ടാവുന്നത്. ഇനി പ്രൊട്ടസ്റ്റന്റ് എത്തിക്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പുള്ളി പഠിച്ച കാൽവിനെയും അതേപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിനെയാണ്. ബേസിക്കലി കാൽവിനിസ്റ്റമാണ്. അപ്പം ക്യാപിറ്റലിസത്തിന്റെ എത്തിനിക് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു എത്തിക് എന്നുകൂടി മനസ്സിലാവണ്ടേ. അതിന് പുള്ളി വായിച്ചത് ബേസിക്കലി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻസിന്റെ ബുക്സ് ആണ് വായിച്ചത്. സോ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ബുക്ക് വായിച്ചതിന് ശേഷം എന്താണ് എത്തിക് ഓഫ് ക്യാപിറ്റലിസം എന്ന് മനസ്സിലാക്കി. അതായത് ഇന്ന് മോഡൽ സൊസൈറ്റി കാണുന്ന ലീഗൽ റാഷണൽ ക്യാപിറ്റലിസത്തിന്റെ ഒരു ഐഡിയൽ ടൈപ്പ് എന്തുണ്ടാക്കി? വെബർ ഉണ്ടാക്കി. സോ അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കി ക്യാപിറ്റൽ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ്
ബേസിക് ആയിട്ടുള്ള ഐഡിയൽ എത്തിക്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ഒന്നാമത് എന്താണ്? One is that higher productivity. In capitalist society, they will reward productivity. Productivity ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ ഹാർഡ് വർക്ക് ഈസ് വർക്കിംഗ് ഫോഴ്സ് ആണ്. ഹാർഡ് വർക്കിംഗ് ഫോഴ്സ് ആണ് ക്യാപിറ്റൽ സൊസൈറ്റി വേണ്ടത്. ഡിസിപ്ലിൻഡ് ആയുള്ള ആളുകൾ വേണം. അതുപോലെ തന്നെ ഫ്രൂഗാലിറ്റി വേണം, പ്രോഫിറ്റ് മേക്കിംഗ് വേണം, പങ്ക്ച്വാലിറ്റി വേണം. സോ നൗ വെബർ എന്ത് ചെയ്തു? വെബർ 2 ഐഡിയൽ ടൈപ്പ് ഉണ്ടാക്കി. ഒന്ന് ക്യാപിറ്റൽ സൊസൈറ്റീൻ്റെ ഉണ്ടാക്കി, അതേപോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ഐഡിയൽ ടൈപ്പ് ഉണ്ടാക്കി, അതേപോലെ തന്നെ എന്തുണ്ടാക്കി? നമ്മുടെ സോ പ്രൊട്ടസ്റ്റൻറ്റിൻ്റെ ഐഡിയൽ ടൈപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? ആ ബേസിക് എത്തിക് എന്താണ്? വൺ ഈസ് എന്താണ്? ഡോക്ട്രിൻ ഓഫ് കോളിംഗ് അല്ലേ? വർക്ക് ഈസ് വർഷിപ്പ് ആണ്. വർക്ക് ഈസ് വർഷിപ്പ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി ടൈം ഈസ് മണി. അസറ്റിക് മെറ്റീരിയലിസം. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് പ്രീഡെസ്റ്റിനേഷൻ. ഓക്കെ. സോ പ്രോഫിറ്റ് എന്താണ്? ഈസ് എ നോഷൻ ദാറ്റ് പ്രോഫിറ്റ്, വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് എ സൈൻ ഓഫ് യുവർ സക്സസ്. പക്ഷേ ക്യാപിറ്റലിസത്തിൽ നോക്കിയേ പ്രൊഡക്ടിവിറ്റി, ഹൈ പ്രൊഡക്ടിവിറ്റി. സോ ബേസിക്കലി വർക്ക് ഈസ് വർഷിപ്പ്. എപ്പോഴും എന്ത് ചെയ്യണം? നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? റീഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റലിസത്തിൻ്റെ അടുത്ത എത്തിക്കുന്ന പാർട്ടാണ് റീഇൻവെസ്റ്റ്മെൻറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യാം? അസറ്റിക് മെറ്റീരിയലിസം, റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹാർഡ് വർക്ക് നമ്മൾ പറഞ്ഞു, ഹാർഡ് വർക്ക് ചെയ്യണം. സോ വർക്ക് ഈസ് വർഷിപ്പ് അഗെയിൻ. സോ ടൈം ഈസ് മണി. സോ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് മേക്ക് ചെയ്യണം. പ്രോഫിറ്റ് സിന്നല്ല. സോ വെബർ ബൈ അണ്ടർസ്റ്റാൻഡിങ്, ബൈ ക്ലാസിഫൈയിങ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്കിൻ്റെ എന്തൊക്കെയാണോ അതിൻ്റെ എത്തിക്കായിട്ടുള്ള ഐഡിയൽ ടൈപ്പും അതേപോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ഐഡിയൽ ടൈപ്പും കമ്പയർ ചെയ്തിട്ട് വെബർ ഫൈനലി ഫൗണ്ട് ദാറ്റ്, so by comparing the ideal type of Protestant ethics and capitalism, Weber found that there is an elective affinity between capitalism and Protestant religion. അതായത് പ്രൊട്ടസ്റ്റന്റ് റിലീജിയനും ക്യാപിറ്റലിസവും തമ്മിൽ എന്തുണ്ട്? ഒരു ഇലക്റ്റീവ് അഫിനിറ്റി ഉണ്ട്. സോ വെബർ സ്വാഭാവികമായിട്ടും വെബറിന്റെ തിയറീസ് പഠിച്ചിട്ടുണ്ട്. വെബർ എന്താണ് പറയുന്നത്? സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത് മൾട്ടി കോസലാണ്, മോണോ കോസൽ അല്ല. മാക്സ് എന്താ പറഞ്ഞിട്ടുള്ളത്? മാക്സ് പറയുന്നത് എല്ലാം എക്കണോമി എന്ത് ചെയ്യുന്നു? എക്കണോമിക്കൽ ഫാക്ടറാണ് ബാക്കി എല്ലാ ഫാക്ടറും ഡിസൈഡ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് മോണോകോസൽ എക്സ്പ്ലനേഷൻ. ദാറ്റ് മീൻസ് എ വിൽ ഓൾവേസ് ലീഡ് ടു ബി എന്നുള്ളത് എന്താണ്? മോണോകോസൽ എക്സ്പ്ലനേഷൻ ആണ്. പക്ഷേ വെബർ എന്താണ്? പ്രോബബിൾ കോസേഷൻ ആണ് അല്ലേ? മൾട്ടി കോസൽ അനാലിസിസ് ആണ്. വെബർ പറയുന്നത് എ എന്ത് ചെയ്യില്ല, ഒരിക്കലും എപ്പോഴും ബിയിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. എന്തേ പറയാൻ പറ്റുള്ളൂ? എ ഹൈലി പ്രോബബിൾ ടു ബി. വേറെ ഫാക്ടേഴ്സും എന്തുണ്ട്? ബിയിലേക്ക് എത്താനുണ്ട്. സോ വെബർ അതേപോലെ പറഞ്ഞത് എന്താണ്? ദർ ഈസ് ഇലക്റ്റീവ് അഫിനിറ്റി ബിറ്റ്വീൻ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ആ രാജ്യങ്ങളിൽ കൂടുതൽ ആളുകൾ പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ സൊസൈറ്റിയിൽ നിങ്ങൾ കുറേ പേരെ നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ പറ്റി ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ ബിൽ ഗേറ്റ്സ്, ഇവരൊക്കെ എന്താണ്? പ്രൊട്ടസ്റ്റന്റ് റിലീജിയനുള്ള ആളുകളാണ്. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനുള്ള ആളുകൾ കൂടുതൽ പേര് എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലിസത്തിലേക്ക് വരുന്നു. അതിനുള്ള ഒരു റീസൺ എന്താണ്? പ്രൊട്ടസ്റ്റന്റിലുള്ള എത്തിക്, ആ പ്രാക്ടീസ് എന്ത് ചെയ്യുന്നു? അവർ സോഷ്യൽ ആക്ഷൻ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? എല്ലാ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനും ഉള്ള ആളുകളും ഇതുപോലെയാണ് ഇവരെന്ത് ചെയ്യുന്നു വിചാരിക്കുന്നത്? വർക്ക് ഈസ് വർഷിപ്പ്. സോ ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ്. അവരെന്ത് ചെയ്യുന്നു? അവരെപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? പൈസ കിട്ടുന്ന പൈസ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യുന്നു? ഡോക്ടർ ഓഫ് പ്രീഡെസ്റ്റിനേഷൻ ഇവിടെ സക്സസ്ഫുൾ ആവാൻ വേണ്ടി നോക്കുന്നു. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ബൈ ഡൂയിങ് ദിസ് ഇവരെന്ത് ചെയ്യുന്നു? ഇവരിതൊന്ന് ക്യാപിറ്റലിസം എന്ന് പറയുന്ന സൊസൈറ്റിയിൽ വെബർ പറയുന്നത് ക്യാപിറ്റലിസം ഈസ് ആൻ ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്. ഇതൊരു ഇന്റന്റഡ് ഇവന്റ് അല്ല, ആക്സിഡന്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്. ഒരു ആക്സിഡന്റ് ആണ്. കാരണം എന്താണ്? ഈ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? സോഷ്യൽ ആക്ഷൻ എടുത്തു. എന്താണ് സോഷ്യൽ ആക്ഷൻ എടുത്തത്? ഈ രീതിയിലുള്ള വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. സോ ദീസ് സോഷ്യൽ ആക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് വന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് എമർജ് ചെയ്തു? ക്യാപിറ്റലിസം എന്ന് പറയുന്ന ലീഗൽ റാഷണൽ ക്യാപിറ്റലിസം എന്ന് പറയുന്ന സാധനം ഒറിജിനേറ്റ് ചെയ്തു എന്നാണ് വെബർ പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ് സംഭവിച്ചത്? നെതർലാൻഡിലും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലുള്ള ആളുകൾ അവരുടെ സോഷ്യൽ ആക്ഷൻ പ്രൊട്ടസ്റ്റന്റ് റിലീജിയന്റെ എത്തിക്ക് വെച്ചിട്ടായിരുന്നു. അത് വെച്ച് അവർ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ക്യാപിറ്റലിസം എമർജ് ചെയ്തു. സോ വെബർ സേസ് ദാറ്റ്, വെബർ പറയുന്നില്ല പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് കൊണ്ട് മാത്രമാണ് ക്യാപിറ്റലിസം ഉണ്ടായെന്ന് വെബർ ഒരിക്കലും പറയില്ല. കാരണം എന്താണ്? മൾട്ടി കോസൽ അനാലിസിസ് ആണ് വെബർ പറയുന്നത്. സ്വാഭാവികമായിട്ടും വെബർ എന്താ പറഞ്ഞത്? ദർ ഈസ് എ ഇലക്റ്റീവ് അഫിനിറ്റി. Elective, this is a keyword you should remember. Elective affinity. There is a elective affinity between Protestant ethic and spirit of capitalism. Weber also said that there are other factors which also led to capitalism. വേറെയും കാര്യങ്ങളുണ്ട്, ഇത് മാത്രമല്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്? There is a എന്താണ്? കുറച്ചുകൂടി adequate causality ഉണ്ട്. There are adequate causality. കുറച്ചുകൂടി എന്താണ്? ദർ ഈസ് ആഡിക്വേറ്റ് കോസാലിറ്റി. ഒരു സെലക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത്ര മാത്രമേ വെബർ പറയുന്നുള്ളൂ. സോ വെബർ എന്ത് പറഞ്ഞു? സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് കോസൽ റിലേഷൻഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്റ്റീവ് അഫിനിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുമായിട്ട്?
ബേസിക്കലി നിങ്ങൾ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനും മറ്റു കാര്യങ്ങളുമായിട്ട്. പക്ഷേ ഇത് മാത്രമല്ല ക്യാപിറ്റലിസത്തിന് ഒറിജിനേറ്റ് ചെയ്യാനുള്ള റീസൺസ്. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ബെറ്റർ ടെക്നോളജി പ്രൊഡക്ഷൻ വേണം, ക്യാപിറ്റൽ വേണം, ബെറ്റർ എന്ത് ചെയ്യണം, മാർക്കറ്റ് വേണം, ഗവൺമെൻറ് സപ്പോർട്ട് വേണം. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ, റാഷണാലിറ്റി വരണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വരുള്ളൂ? ക്യാപിറ്റലിസം വരുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് ബെറ്റർ ടെക്നോളജി, ബെറ്റർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ബെറ്റർ ക്യാപിറ്റലിസം ഒക്കെ വേണം. എന്ത് വേണമെങ്കിൽ ക്യാപിറ്റലിസം വരണം എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതൊക്കെ ബാക്കിയുള്ള രാജ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ആ രാജ്യങ്ങളില്ലാതെ, ആ രാജ്യങ്ങളൊക്കെ അത് ഉണ്ടായിട്ടും ആ രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ക്യാപിറ്റലിസം ഒറിജിനേറ്റ് ചെയ്തില്ല? അവിടെ പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിൽ എന്തുണ്ട്? പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ ഈസ് എന്താണ്? ഇലക്റ്റീവ് അഫിനിറ്റി ആണ്. ഒരു മോർ കോസാലിറ്റി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വെബർ ഒരിക്കലും എന്ത് റിജക്ട് ചെയ്യുന്നില്ല? ബാക്കിയുള്ള ഫാക്ടേഴ്സ് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെബർ ഒരിക്കലും റിജക്ട് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം വെബർ ഒരു മൾട്ടി കോസൽ അനാലിസിസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ബേസിക്കലി വെബർ പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് റിലീജിയന്റെ ഭാഗമായിട്ട് വന്നുള്ള അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസ് ആണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം ഒരു ഇൻറ്റൻഡഡ് ആക്ടിവിറ്റി അല്ല, അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസ്. പതുക്കെ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ആ സോഷ്യൽ ആക്ഷൻ എടുത്ത്, ആ സോഷ്യൽ ആക്ഷനാണ് എന്തിലേക്ക് മാറിയത്? ഇന്ന് കാണുന്ന ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ സ്ട്രക്ചറിലേക്ക് മാറിയത്. സോ റിലീജിയന്റെ മോട്ടീവ് എന്ന് തുടങ്ങിയത് എന്തിലേക്ക് എത്തി? ഓട്ടോമാറ്റിക്കലി അത് ഈ വേൾഡ് സക്സസിന് പോയപ്പോൾ അത് ക്യാപിറ്റലിസം എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. ഇത് ഓട്ടോമാറ്റിക്കലി വർക്ക് എത്തിക്സ് ഡെവലപ്പ് ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റലിസം മോഡേൺ സൊസൈറ്റിയിൽ എമർജ് ചെയ്തു വരുന്നത്. സോ അൺലൈക്ക് വെബർ എന്താ പറഞ്ഞത്? കാൾമാക്സ് എന്താ പറഞ്ഞത്? കാൾമാക്സ് പറഞ്ഞ സൊസൈറ്റിയിൽ എപ്പോഴും എന്തുണ്ടാവും? ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവും. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ എന്തുണ്ടാവും? റെവല്യൂഷൻ ഉണ്ടാവും, ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവും എന്നുള്ളതാണ് ആര് പറഞ്ഞത്? കാൾമാക്സ് പറഞ്ഞത് അല്ലേ? സോ പക്ഷേ വെബർ പറയുന്നത് എന്താണ്? വെബർ റിജക്ട് ദ ഐഡിയ ഓഫ് ക്ലാസ് സ്ട്രഗിൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പ്രൊട്ടസ്റ്റന്റ്, അവിടെ ഒരു റെവല്യൂഷൻ വരുന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? വെബർ റിജക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വെബർ പറയുന്നത്, സി മാക്സ്, വെൻ യു ആർ ലുക്കിംഗ് അറ്റ് വൈ ദീസ് പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ ഫാക്ടറി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ ഇത് എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഫോർ ദം ദിസ് ഈസ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. സോ അവരെ സംബന്ധിച്ചോളം ഇതൊരു എക്സ്പ്ലോയിറ്റേഷൻ അല്ല. ഇതെന്താണ്? ഗോഡിനോട് വർക്ക് ചെയ്യാനുള്ള, ആ കോളിങ്ങിനോട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റലിസത്തിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ എന്തുണ്ടാവില്ല? ഒരു റവല്യൂഷൻ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാലോ, റവല്യൂഷൻ നടന്നിട്ടുമില്ല ക്യാപിറ്റൽ സൊസൈറ്റി എന്നുള്ളത്. അപ്പോൾ അതാണ് വെബറിന്റെ തിയറി എന്ന് പറയുന്നത്. സോ ബേസിക്കലി വെബർ എന്ത് ചെയ്തു? വെബർ മെയ്ഡ് കാൾമാക്സ് അപ്സൈഡ് ഡൗൺ. കാൾമാക്സ് എന്ന് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത് ബേസ് സ്ട്രക്ചർ ഉണ്ട്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ, എക്കണോമി ഇവിടെ വർക്ക് ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ള സൂപ്പർ സ്ട്രക്ചർ ഇവിടെ വരുന്നു. സോ എന്ത് ചെയ്യുന്നു? ഇവിടെയാണ് റിലീജിയൻ, ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ വെബർ എന്ത് ചെയ്തു? ഇത് നേരെ തിരിച്ചു. എക്കണോമി എന്ത് ചെയ്തു? ബേസ് സ്ട്രക്ചറിലാക്കി. സൂപ്പർ സ്ട്രക്ചർ എന്ത് ചെയ്തു? സൂപ്പർ സ്ട്രക്ചറാണ് എന്ത് ചെയ്യുന്നത്? എക്കണോമിക് സ്ട്രക്ചറിനെ ബേസ് സ്ട്രക്ചർ, ഇവിടെയാണ് എക്കണോമിക് സ്ട്രക്ചർ വരുന്നത്. അതായത് റിലീജിയനിൽ നിന്ന് എന്ത് സംഭവിച്ചു? ക്യാപിറ്റലിസം എമർജ് ചെയ്തു എന്നുള്ളതാണ്. സോ വെബർ മെയ്ഡ് കാൾമാക്സ് അപ്സൈഡ് ഡൗൺ. ഓക്കെ, സോ വെബറിൽ നിന്ന് എന്ത് ചെയ്തു? വെബർ റിലീജിയൻ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. പക്ഷെ വെബർ ഈസ് നെവർ റിജക്റ്റിംഗ് ദാറ്റ്. എന്ത്? ബേസിക്കലി ഇത് ഒരു സിംഗിൾ കോസ് ആയിട്ടല്ല വെബർ പറയുന്നത്. ദർ ഈസ് ഇലക്റ്റീവ് അഫിനിറ്റി ബിറ്റ്വീൻ പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ ആൻഡ് എന്താണ്? സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ് പറയുന്നത്. ആൻഡ് വെബർ ഫൈനലി എന്താ പറയുന്നത്? ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ എന്ത് ചെയ്യുന്നു? പ്രൊട്ടസ്റ്റന്റ് റിലീജിയൻ ബേസിക്കലി കാൾമാക്സുമായിട്ട് വെബർ എവിടെയാണ് ഒന്നിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിലുള്ള ആളുകൾ സോഷ്യൽ ആക്ഷൻ എടുക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാകുന്നു, ദാറ്റ് ഈസ് ക്യാപിറ്റലിസം. സോ ഇതിൻ്റെ ഒരു അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസ് ആണ് ക്യാപിറ്റലിസം വരുന്നത്. ബട്ട് ടുഡേ ഡ്യൂ ടു ദ റാഷണലൈസേഷൻ സൊസൈറ്റി എന്ത് ചെയ്യുന്നു? ഈ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയ ക്യാപിറ്റലിസം, ദൈവത്തിനോടുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് തുടങ്ങിയ ക്യാപിറ്റലിസം കുറേ കാലം കഴിഞ്ഞ് പൈസ കിട്ടി തുടങ്ങിയപ്പം ദേ ഫോർഗോട്ട് it was a spiritual experience. Now they have started working for the money. So മാക്സ് പറഞ്ഞതുപോലെ now people എന്ത് ചെയ്തു? പീപ്പിൾ ആർ അണ്ടർ ദി ക്യാപിറ്റലിസം ആയി മാറി. എങ്ങനെ? സോഷ്യൽ ആക്ഷൻ എന്ന് വന്നപ്പോൾ പീപ്പിൾ ആയിരുന്നു മേലെ, അവരെന്ത് ചെയ്തു? സോഷ്യൽ സ്ട്രക്ചർ ചെയ്തു, ക്യാപിറ്റലിസം വന്നു. അതെന്തായി മാറി? കുറേ കാലം കഴിഞ്ഞപ്പോൾ ക്യാപിറ്റലിസം ഗോട്ട് പീപ്പിൾ ഫോർഗെറ്റ് ദ ഐഡിയ വൈ ദേ സ്റ്റാർട്ടഡ്. നൗ ഇതിനെന്ത് കിട്ടുന്നു? ഇതിൻ്റെതായ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് കിട്ടുന്നു. ആൻഡ് നൗ ദിസ് ഈസ് റീഇൻഫോഴ്സിങ് പീപ്പിൾ ടു വർക്ക്. ബട്ട് ടുഡേ ക്യാപിറ്റലിസം എന്തായി മാറുന്നു? പീപ്പിൾ സ്റ്റാർട്ടഡ് വർക്കിംഗ് for money. So money, മാക്സ് പറഞ്ഞ പോലെ money leading to commodity leading to money too. ഈ ഒരു സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്തു? സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയി തുടങ്ങിയെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് എന്ത് ചെയ്യുന്നു? ശേഷം ക്യാപിറ്റലിസം മാറുന്നു. സോ ഫ്രം ദിസ് പാർട്ട് ആൻഡ് വെബർ ആൻഡ് കാൾമാക്സ് ഷേക്കിംഗ് ഹാൻഡ്സ് ടുഗദർ. ഇവിടെയാണ് വെബറും കാൾമാക്സും എന്ത് ചെയ്തു? ഒന്നിക്കുന്ന ഒരു പോയിന്റായി വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് all about പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.